2026-ൽ ബജാജ് ചെതക് വാങ്ങണമോ എന്ന് പലർക്കും വലിയ സംശയമുണ്ടാകും. ബജാജ് ചെതക് ഒരു സാധാരണ സ്കൂട്ടറല്ല, ഇത് ഒരു കാലത്തിന്റെ ഓർമ്മയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വണ്ടി വാങ്ങുന്നത് ശരിയായ തീരുമാനമാണോ എന്നതാണ് ചോദ്യം. അല്ലെങ്കിൽ വെറും പഴയ ഓർമ്മകളോടുള്ള ഇഷ്ടം കൊണ്ടുള്ള ഒരു വാങ്ങലാണോ? ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നത്. ബജാജ് ചെതക് ഇന്ത്യയിൽ പുറത്തിറങ്ങിയത് 1972-ലാണ്. അന്നത്തെ കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വിശ്വാസയോഗ്യമായ സ്കൂട്ടറുകളിൽ ഒന്നായിരുന്നു ഇത്. ഒരു സമയത്ത് ബജാജ് ചെതക് വാങ്ങാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. സർക്കാർ ജോലിക്കാരും സാധാരണ കുടുംബങ്ങളും ഈ വണ്ടിയെ വളരെ വിശ്വസിച്ചിരുന്നു. അതിനാലാണ് ബജാജ് ചെതക് ഒരു സ്കൂട്ടർ മാത്രമല്ല, ഒരു തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായത്. ആദ്യകാല ബജാജ് ചെതക് 2 സ്ട്രോക്ക് എഞ്ചിനോടുകൂടിയതാണ്. ശക്തമായ ലോഹ ബോഡി ഇതിന്റെ പ്രധാന പ്രത്യേകതയാണ്. എഞ്ചിൻ ലളിതമാണ്, പരിപാലനം എളുപ്പമാണ്. പക്ഷേ പെട്രോളിനൊപ്പം എണ്ണ ചേർക്കേണ്ടതുണ്ട്. ഇന്ധനക്ഷമത കുറവാണ്, പുക കൂടുതലായി പുറപ്പെടും. 2026-ൽ 2 സ്ട്രോക്ക് വണ്ടികൾക്ക് നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നീട് ബജാജ് കമ്പനി 4 സ്ട്രോക്ക് ചെതക് മോഡലുകൾ ഇറക്കി. ഇവയ്ക്ക് ഇന്ധനക്ഷമത കൂടുതലാണ്, പുക കുറവാണ്, ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യമുണ്ട്. പക്ഷേ ശക്തി അത്ര കൂടുതലല്ല. യഥാർത്ഥ സ്പെയർ ഭാഗങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ചെതക് മോഡൽ ഇലക്ട്രിക് ആണ്. പഴയ ചെതകിന്റെ വൈകാരിക ബന്ധം ഇതിൽ അത്ര അനുഭവപ്പെടില്ല. പെട്രോൾ ആവശ്യമില്ല, പ്രവർത്തന ചെലവ് കുറവാണ്, പക്ഷേ വില കൂടുതലാണ്. ബാറ്ററി മാറ്റുമ്പോൾ വലിയ ചെലവ് വരും. 2026-ൽ ബജാജ് ചെതക് വാങ്ങുമ്പോൾ പരിപാലനം വളരെ പ്രധാനമാണ്. അടിസ്ഥാന സ്പെയർ ഭാഗങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്, പക്ഷേ യഥാർത്ഥ ഭാഗങ്ങൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. പഴയ മോഡലുകൾ അറിയുന്ന മെക്കാനിക് അത്യാവശ്യമാണ്. പുതിയ സർവീസ് സെന്ററുകളിൽ ഈ വണ്ടി സ്വീകരിക്കാത്ത സാഹചര്യമുണ്ടാകും. ബജാജ് ചെതകിന്റെ ഇന്ധനക്ഷമത യാഥാർത്ഥ്യമായും മനസ്സിലാക്കണം. 2 സ്ട്രോക്ക് മോഡൽ ഏകദേശം 30 മുതൽ 35 കിലോമീറ്റർ വരെ, 4 സ്ട്രോക്ക് മോഡൽ ഏകദേശം 40 കിലോമീറ്റർ വരെ. ദൈനംദിന ഓഫീസ് യാത്രയ്ക്ക് ഈ വണ്ടി ശുപാർശ ചെയ്യില്ല. വീക്കെൻഡ് യാത്രകൾക്കും ഇടയ്ക്കുള്ള ഉപയോഗത്തിനുമാണ് ഇത് കൂടുതൽ അനുയോജ്യം. 2026-ൽ നിയമപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിലവിലുണ്ടോ എന്നതും ഉറപ്പാക്കണം. മലിനീകരണ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നതും അത്യാവശ്യമാണ്. ഇവ പരിശോധിക്കാതെ വണ്ടി വാങ്ങിയാൽ പിന്നീട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 2026-ൽ നല്ല അവസ്ഥയിലുള്ള ബജാജ് ചെതക് ഏകദേശം 40,000 മുതൽ 80,000 രൂപ വരെ വില വരാം. പൂർണ്ണമായി പുനരുദ്ധരിച്ച വിന്റേജ് മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെ വില വരാൻ സാധ്യതയുണ്ട്. ഇത് ഒരു സാമ്പത്തിക നിക്ഷേപമല്ല, ഇത് ഒരു വികാരപരമായ വാങ്ങലാണ്. പഴയ വാഹനങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഈ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെടും. ശാന്തമായ യാത്ര ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലതാണ്. പക്ഷേ ദിവസേന യാത്ര ചെയ്യേണ്ടവർക്ക് ഈ വണ്ടി ഉചിതമല്ല. ഇന്ധനക്ഷമത പ്രധാനമാക്കിയവർക്ക് ഇതൊരു നല്ല തിരഞ്ഞെടുപ്പല്ല. അവസാനമായി ഒരു കാര്യം, 2026-ൽ ബജാജ് ചെതക് വാങ്ങുന്നത് ഒരു പ്രായോഗിക തീരുമാനമല്ല. ഇത് ഒരു വികാരപരമായ തീരുമാനമാണ്. പഴയ കാലത്തിന്റെ അനുഭവം ശാന്തമായി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബജാജ് ചെതക് ഇന്നും ഒരു നല്ല തിരഞ്ഞെടുപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2026-ൽ ബജാജ് ചെതക് വാങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.